ഇ.പി. ജയരാജൻ സർവകലാ വല്ലഭനാണ്. ശത്രുക്കളൊക്കെ മോശം അഭിപ്രായം പറഞ്ഞാൽ പോലും ഇ.പി. അതൊന്നും പ്രശ്നമാക്കാറേയില്ല. സഖാക്കളെ മുന്നോട്ട് എന്നതാണ് നയം. കായിക മന്ത്രി ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ക്യാമറമാൻ എന്ന നിലയിൽ ഇ.പി.യെ വിലയിരുത്തിയാൽ എങ്ങനെയുണ്ടാകും? ദേശാഭിമാനി ചീഫ് എഡിറ്റർ എം വി ഗോവിന്ദൻ മാഷ് അടക്കമുള്ള പാർട്ടിക്കാരുടെ വീഡിയോ ഇ.പി. ഷൂട്ട് ചെയ്യുകയുണ്ടായി. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. അങ്ങനെ ആളെവിടെ? ഇവിടെ വന്ന് നിൽക്കുക. അങ്ങോട്ട് വരുന്ന് വരൂ. ഇങ്ങനെ നാണിച്ചാൽ എങ്ങനെയാ? ഇനി അങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഹലോ, ആ കൈയെടുത്ത് തോളത്തിഞ്ഞ് പോരട്ടെ. ഇനി നേരെ നോക്കി ഇതിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ജിങ്കി ജിങ്കി അങ്ങനെ നടന്നട്ടെ. പറയട്ടെ വീഡിയോ ചേട്ടാ. ലൈറ്റ് കത്തിക്കട്ടെ. ഇവിടെ മുഴുവൻ ഫാമിലി ആയി പോയി. പകലോ രാത്രിയോ? പകല്. ഇണയെ നോക്കൂ. അങ്ങനെ അത് തന്നെ ബെസ്റ്റ്. ഇനി രണ്ടുപേരെ പുഴയിലേക്ക് നോക്കിക്കോളൂ. അങ്ങനെ കുറച്ച് പ്രൊഫൈലായിട്ട് അത് തന്നെ. ഓക്കെ, സുഖു, ആറ്റിറമ്പിലെ കൊമ്പിലെ അങ്ങനെ ഒരു പാട്ടില്ലേ, അതാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കണേ. ശരി ഗോപിട്ടാ, അതിലും നല്ലത് അക്കരയ്ക്കര നിന്നാൽ എങ്ങനെയെന്നുള്ള പാട്ടല്ലേ? ഓ, അതിന് അക്കരയല്ലോ, രണ്ടുപേരും ഇക്കരയല്ലേ. കൊശവ. ജയരാജൻ ഇങ്ങനെ വീഡിയോയും പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശത്രുക്കൾ അടങ്ങിയിരിക്കില്ല. എപ്പോഴും കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കും. ഏതോ ഒരു കാലത്ത് മുഹമ്മദ് അലിയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായത്തെ ഇപ്പോഴും പിടിച്ചുകൊണ്ടുവരും. പണ്ട് സീതി ഹാജിക്കൊക്കെ ഉണ്ടായ അവസ്ഥയുണ്ടല്ലോ, സ്വന്തം പേരിൽ താൻ പോലും അറിയാതെ കഥകൾ പ്രചരിക്കുന്ന അവസ്ഥ. അതുതന്നെ ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ ഈ മന്ത്രിസഭയിലെ സകല മന്ത്രിമാരെയും വിലയിരുത്താൻ ഇറങ്ങിത്തിരിച്ചിട്ടും ജയരാജനെ ഇതാ ഈ മട്ടിലാണ് ചിത്രീകരിക്കുന്നത്. മന്ത്രിമാർക്കൊന്നും 5 പൈസയുടെ വിവരമില്ല. ഞാൻ വെറുതെ കളിയാക്കുന്ന നിങ്ങളെ മറ്റേ കാണ്ടാമൃഗം ജയരാജന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അയാൾക്ക് തീരെ വിവരമില്ല. അയാളാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലി ഭയങ്കരമായിട്ടുള്ള നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയതാണ്. ഇന്നലെ അയാൾ പറയാൻ നോക്കി, ഉസൈൻ ബോൾട്ട്, നമ്മുടെ ഹുസൈനെ 100 മീറ്റർ ഓടിയിട്ട് ജയിച്ചു. മുഹമ്മദ് അലി കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതാണ്. ഒരു വാചകം കൂടി ആ മനോരമ ചാനലിലെ പെണ്ണുങ്ങൾ പൂർത്തിയാക്കാൻ സംഭവിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് അലിന്റെ ഭാര്യയ്ക്കും 2 മക്കൾക്കും ജോലി. 2 മക്കളല്ല, 12 മക്കളും 4 ഭാര്യയും. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള മന്ത്രിമാരാണ് കേരളത്തിലെ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത മന്ത്രിമാരാണ്. സുരേന്ദ്രന് ആകെയുള്ള സമാധാനം കേന്ദ്രത്തിൽ ഗംഭീര മന്ത്രിമാരുണ്ടല്ലോ എന്ന കാര്യത്തിലാണ്. ഗോമാതാക്കളെ നന്നായി പരിപാലിക്കാൻ കെൽപ്പുള്ള മന്ത്രിമാർ. അക്കാര്യത്തിൽ സുരേന്ദ്രന് നന്നായി അഭിമാനിക്കാം. ഇനിയുള്ള കാലം കേരളത്തിലും ഗോമാതാ സ്നേഹികളെ കൊണ്ട് നിറയ്ക്കാം. സ്നേഹമില്ലാത്തവരെ തല്ലിക്കൊല്ലാം. ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്. പ്രധാന കുത്തിത്തിരിപ്പുകളിലൂടെ ഒരിക്കൽ കൂടി. തലമാറട്ടെ മന്ത്രം ജപിച്ച് എ.കെ. ആന്റണി. പുതിയ നേതൃത്വമല്ല, എല്ലാവരുടെ കലവങ്ങളല്ല. പുതിയതും പഴയതും വേണം. തലമുറകൾ മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര കുരുവൊട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. നമ്മൾ ഒരുമിക്കണം, എനിക്ക് പറയാനേ സാധിക്കുന്നുള്ളൂ. കൂട്ടത്തിലുള്ളവർ തമ്മിൽ ഒരിക്കലും ഗിരിഗിരിപ്പ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ആ സെറ്റ് അടിച്ചു വിരിച്ച് കബൂറായി പോവുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പോട്ടി ഉണ്ടാവരുതെന്ന് എപ്പോഴും ജോളിയായിട്ടിരിക്കണമെന്ന് ഞാൻ പറയണത്. ആയുധങ്ങളുമായി യൂത്ത് കോൺഗ്രസുകാർ പ്രായമായ നേതാക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഈ ചതി വേണ്ടായിരുന്നുവെന്ന് ചാണ്ടിയും സുധീരനും ചെന്നിത്തലയും. ആശാനന്റെ ഒരു മനസ്സ് എനിക്ക് വർത്താനം പറയണത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള വേറെ ആരണ്ട് ഈ പ്രദേശത്ത്? ഏത് കൊച്ചിക്കാരനെ ആശാനെന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ബഹുമാനം തന്നെയാണ്. അതില്ലാത്തവനെ കൊണ്ട് രാജ്യം ബഹുമാനിപ്പിക്കാൻ ചെയ്യും. ശ്രീകൃഷ്ണൻ വിപ്ലവബോധവും താടിയുമുള്ള സഖാവായിരുന്നു എന്ന് CPIM. നിങ്ങൾ മതേതര ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ? കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോർത്ത ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു, അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. RSSന്റെ ആദ്യകാല പ്രചാരകനെ തട്ടിയെടുക്കാൻ നീക്കമെന്ന് BJP. ആരും തന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടെന്ന് ശ്രീകൃഷ്ണൻ. ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? ഞങ്ങൾ പാടത്ത് പടയുന്നവരാ, തർക്കമൊന്നുമില്ല. പാടത്തല്ലാതെ പിന്നെ കരയിൽ പോയി പണിയാൻ പറ്റുമോ? വരമ്പത്ത് കൂലി വാഗ്ദാനം ചെയ്ത കോടിയേരിക്ക് നന്ദി പറഞ്ഞ് BJP. കൂലി കിട്ടിയാലും ഇല്ലെങ്കിലും പണിയെടുത്ത് ചട്ടമ്പിത്തരം തെളിയിക്കാൻ MT രമേശ്. അത് ഞങ്ങൾ നിർത്താനൊന്നും പോകുന്നില്ല. വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. കോടിയേരിയുടെ കൂലിയെ ചൊല്ലി BJPയിൽ തർക്കം. അടുത്ത ഒളിമ്പിക്സ് നേരിട്ട് പോയി ചിത്രീകരിക്കാൻ ഇ.പി. ജയരാജൻ ക്യാമറ പരിശീലനത്തിൽ.
ഇനി നേരെ നോക്കി ഇതിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ജിങ്കി ജിങ്കി അങ്ങനെ നടന്നട്ടെ. പറയട്ടെ വീഡിയോ ചേട്ടാ. ലൈറ്റ് കത്തിക്കട്ടെ. ലൈറ്റ് കത്തിക്കട്ടെ. ലൈറ്റ് കത്തിക്കട്ടെന്നോ? ഇവിടെ മുഴുവൻ ഫാമിലി ആയി പോയി. പകലോ രാത്രിയോ? പകല്. ആ, ആവശ്യമെങ്കിൽ മുഹമ്മദ് അലിയുടെ ഗുസ്തിയും ചിത്രീകരിക്കും. നീന്തൽ മത്സരത്തിൽ ക്യാമറയുമായി വെള്ളത്തിൽ ചാടും. ഇന്നലെ അയാൾ പറയാൻ നോക്കി ഹുസൈൻ ബോൾട്ട് നമ്മുടെ ഹുസൈനെ 100 മീറ്റർ ഓടിയിട്ട് ജയിച്ചു. രാത്രി മൂത്രമൊഴിക്കാൻ വീട്ടിന് പുറത്തിറങ്ങിയാൽ തെരുവ് നായ്ക്കൾ കടിച്ചു കൊല്ലുന്ന അവസ്ഥയാണ്. ഇതിനൊരു കാരണവും പരിഹാരവും കണ്ടെത്താൻ പിണറായി സർക്കാരിന് പോലും കഴിയുന്നില്ലത്രേ. ഉത്തരവാദി ആരായാലും ഉടൻ തിരിച്ചറിവുണ്ടായേ പറ്റൂ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാവുകയാണ്. തെരുവ് പട്ടികൾ കടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.